2017 ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോ ആ സ്ഥാനം കിട്ടിയില്ല എന്ന അന്ന് മുതൽ പകയോടെ പോവുക. എത്ര കാലം ഒരു മനുഷ്യന് പകയോടെ പോകാൻ പറ്റും? വ്യക്തിപരമായ പകയല്ല, സമൂഹത്തിന്റെ ക്ഷേമമാവണം കമ്മ്യൂണിസ്റ്റുകാരന്റെ ലക്ഷ്യം. ആ പോസ്റ്റിന്റെ ഒടുവിലത്തെ വാചകം എന്താണ്? നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അഴിമതിക്കെതിരെ, അല്ലെ, സത്യത്തിന് വേണ്ടി. ആ വാക്കുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അഴിമതിക്കെതിരായ പോരാട്ടം ബഹുമാന്യനായ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പൊ നടത്തുന്നത് ആരോടൊപ്പം ചേർന്നിട്ടാ? കോൺഗ്രസിനോടൊപ്പം ചേർന്ന്. പ്രളയകാലത്ത് 1000 വീട് മുതൽ ഇങ്ങോട്ട് കോടാനുകോടി രൂപ പിരിച്ചു വഞ്ചിച്ച് സ്വന്തം നേതാക്കന്മാരുടെ സ്മാരകം, കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവരുടെ സ്മാരകം നിർമ്മിക്കാൻ പലവട്ടം പണം പിരിച്ച് അത് മുഴുവൻ മോഷ്ടിച്ച് അങ്ങനെ അഴിമതിയുടെ ആഴക്കയത്തിൽ ആറാടി നിൽക്കുന്ന കോൺഗ്രസിന്റെ കൈപിടിച്ച് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക? അദ്ദേഹം ആരോടൊപ്പം ചേർന്നു? അഴിമതിയുടെ സംഘടനാ രൂപത്തോടൊപ്പം ചേർന്നു, മോഷ്ടാക്കളുടെ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു. അദ്ദേഹം കൈപിടിച്ചിരിക്കുന്ന ആ കൈപ്പത്തിയിൽ എത്ര രക്തസാക്ഷികളുടെ ചോരയാണുള്ളത്? എത്ര രക്തസാക്ഷികളുടെ ചോര! പയ്യന്നൂരിന്റെ തൊട്ടപ്പുറത്ത് എം കണ്ണനെയും സി കോറിനെയും ആലവളപ്പിൽ അമ്പുവിനെയും കുഞ്ഞിക്കണ്ണനെയും കുഞ്ഞപ്പനെയും ചുട്ടുകൊന്ന കോൺഗ്രസിന്റെ കയ്യിലെ ചോരയല്ലേ? ആ ചോരപുരന്റെ കൈയല്ലേ ഇപ്പോ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്? നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ കൊന്നൊടുക്കിയ, നാടിന്റെ സ്വത്ത് മുഴുവൻ മോഷ്ടിച്ച ഒരു തസ്കര കൊലയാളി സംഘത്തോടൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് പയ്യന്നൂരിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഞാനിപ്പോഴും ഉറച്ച് കരുതുന്നു, ശ്രീ വി കുഞ്ഞികൃഷ്ണൻ വ്യക്തിപരമായ പകയുടെയും വിദ്വേഷത്തിന്റെയും ആ മതിൽക്കെട്ടിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ മതിൽക്കെട്ടിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരും. അദ്ദേഹം